സ്മൃതിക്കും അറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ സുഹൃത്തുക്കളായ എല്ലാവർക്കും അറിയാം, സർക്കാരിന്റെ ആലോചനയില്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു ഗൂഢാലോചന, ഉപജാപം മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തി. അത് കോൺഗ്രസിന്റെ UDFന്റെ ഒരു രാഷ്ട്രീയമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഒന്നാമത്തെ പ്രശ്നം, സ്മൃതി, TP കേസിലെ പ്രതികൾക്ക് കോടതിയുടെ കർശനമായ നിർദ്ദേശം നിലനിൽക്കുന്ന കാലത്തോളം ഒരർത്ഥത്തിലും ശിക്ഷ ഇളവോ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കലോ നടക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇത് സംബന്ധമായ വിശദമായ ഒരു മറുപടി നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്, നിയമസഭക്ക് പുറത്ത് നൽകിയിട്ടുണ്ട്. അതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു നുണ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലാണ്, വ്യാജോക്തികൾ അവതരിപ്പിച്ച് അത് സത്യമാണെന്ന് പാവം ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് ഈ സർക്കാർ ക്രിമിനലുകളെ പുറത്തുവിടുന്ന സർക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ മോശപ്പെട്ട, ഒരിക്കലും ജനാധിപത്യപരമായ ഒരു മാധ്യമ പ്രവർത്തനമായി കാണാൻ കഴിയാത്ത ഒരു പ്രചാരണ തന്ത്രമാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇതിൽ എന്ത് വസ്തുതയാണ് സ്മൃതി ഉള്ളത്? മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച നുണകളൊന്ന് അക്കമിട്ട് നിരത്താമോ? മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച നുണ, ഒന്നാമതായിട്ട് സർക്കാരിന് അങ്ങനെ ഒരു ആലോചനയില്ല. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇത് സംബന്ധമായ ഒരു പട്ടിക തയ്യാറാക്കി. ആ പട്ടിക കണ്ണൂർ പോലീസ് സൂപ്രണ്ടുമായി അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തെ ഒരു സൂപ്രണ്ടിന്റെ ചാർജ് വഹിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ആലോചന നടത്താൻ നിയമപരമായി അവകാശമുണ്ടോ? അദ്ദേഹത്തിന് അതിനുള്ള വകുപ്പുണ്ടോ? അപ്പൊ ആ ആലോചന എന്തിനു വേണ്ടിയായിരുന്നു? അങ്ങനെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ മുമ്പില് സർക്കാരിന്റെ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഇതെന്താണ്, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല, അനർഹർ കടന്നുകൂടിയിട്ടുള്ള ഒരു പട്ടികയാണിത്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. 2/5/23 ജയിൽ മേധാവി നൽകിയ പട്ടിക എന്താണ്? അതിൽ ഉൾപ്പെട്ട അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന്റെ 2022 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പട്ടിക തയ്യാറാക്കണം എന്നാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് അയച്ച കത്ത് തീയതി ഓർക്കുന്നുണ്ടോ? എന്താ? ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്ക് കത്ത് അയച്ചതിന്റെ തീയതി ഓർക്കുന്നുണ്ടോ? തീയതി ഓർക്കുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ ആ തീയതി എടുത്തുകൊണ്ടല്ല വരുന്നത്. 13-ാം തീയതി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ജയിൽ മാനുവലും ഈ ശിക്ഷാ ഇളവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയും നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ നൽകുന്ന അവകാശമനുസരിച്ച് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, ആ ലിസ്റ്റ് എന്താണ്? ആ ലിസ്റ്റിന്റെ മുകളിൽ ഫൈനൽ ജുഡീഷ്യൽ റിവ്യൂ ഉള്ള ഒന്നാണ്. അതിന്റെ മുകളിൽ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭയാണ്. അങ്ങനെയുള്ള ലിസ്റ്റിനെ കുറിച്ച് ഒരു SP-യോട് ജയിൽ സൂപ്രണ്ട് എന്തിനു വേണ്ടി ആരാഞ്ഞു? അങ്ങനെ ആരായാൻ പാടില്ല. അപ്പോ വളരെ ഗൂഢാലോചനാപരമായ ഒരു നീക്കം ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ വാർത്ത ആദ്യം പുറത്തു വന്ന ഘട്ടത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാറാണ് പറഞ്ഞത് നിയമപരമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പട്ടിക നൽകിയത് എന്നായിരുന്നു. പിന്നീടാണ് ഇങ്ങനെയൊരു പട്ടിക ഇല്ല എന്നും, അല്ല, ഹൈക്കോടതി ഉത്തരവിന് മുൻപ് ചെയ്തതാണ് എന്നൊരു വാദം രണ്ടാമത് വരുന്നു. മൂന്നാമതാണ് ഇങ്ങനെയൊരു പട്ടിക ഇല്ല എന്നും അത് അഭ്യൂഹം മാത്രമാണ്. ഇന്ന് അഭ്യൂഹം എന്ന വാക്ക് ഇന്ന് സ്പീക്കറാണ് സഭയിൽ ഉന്നയിച്ചത്. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും നൽകിയിട്ടില്ല എന്ന വാദം പറഞ്ഞല്ലോ. പക്ഷേ ഈ സൂപ്രണ്ട് അയച്ച കത്ത് പുറത്തു വിടുന്നു, ആ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമോ? അത് എങ്ങനെയാണ് പച്ച നുണയാകുന്നത്? അല്ല, സൂപ്രണ്ടിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സൂപ്രണ്ടിന് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കി ജയിൽ വകുപ്പ് മേധാവിക്ക് സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിലപ്പുറത്ത് മറ്റ് രീതിയിൽ ആഭ്യന്തര വകുപ്പിന്റെ സംവിധാനങ്ങളുമായി ഇങ്ങനെ ഒരു ആലോചന നടത്താൻ ജയിൽ സൂപ്രണ്ടിന് അധികാരമുണ്ടോ? ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമല്ലാത്ത പോലീസാണോ KK രമയിൽ നിന്നും ഓരോ തവണയായി മൊഴിയെടുത്തത്, ഓരോ പ്രതികളെയും പുറത്തിറക്കുന്നത് സംബന്ധിച്ച് മൊഴിയെടുത്തത്? ഇന്നലെ കൂടെ പോലീസ് എത്തി മൊഴിയെടുക്കുകയാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായ പോലീസ് അല്ലേ? അത് സ്മൃതിക്ക് വളരെ കൃത്യമാണല്ലോ. MP രാജേഷ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ആഭ്യന്തര വകുപ്പിലെ സർക്കാരിന്റെ ശമ്പളം പറ്റിയ ചില ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ഗൂഢാലോചനകളിൽ പങ്കാളികളാവുന്ന വ്യാജ വാർത്തകളുടെ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇവന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് സിസ്റ്റത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം നന്നായിട്ട് നല്ല രീതിയിൽ എന്താണ് വലതുപക്ഷ രാഷ്ട്രീയമുണ്ട്. അപ്പൊ വലതുപക്ഷത്തിന്റെ ഒരു സത്യാനന്തര കാല വ്യാജ നിർമ്മിതികളുടെ ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.